എൻ്റെ സംസാരത്തിൻ്റെ ഒഴുക്കിലൂടെ നിങ്ങൾ ഹൃദയം കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് ബോധ്യമാവൂ. ഞാനൊരു സ്കൂളിൻ്റെ വരാന്തയിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഒരുപാട് കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. എന്നെ കണ്ടതും ഇച്ചിരി കുട്ടികൾ എൻ്റെ അരികിലേക്ക് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു ട്രിക്ക്, മാജിക്കിൻ്റെ ഒരു ട്രിക്ക് എനിക്ക് കാണിച്ചു തരുമോ, ഞങ്ങൾ കാണിച്ചു തരുമോ? ഞാൻ അവരോട് പൊടുന്നനെ ആയതുകൊണ്ടും ഒരു മീറ്റിംഗ് ആവശ്യത്തിന് പോയതുകൊണ്ടും എൻ്റെ കയ്യിൽ ഐറ്റംസുകളൊന്നുമില്ല ഒരു മാജിക്ക് കാണിക്കാനോ ഒരു പെർഫോമൻസ് നടത്താനോ ഒന്നും. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു, 2 കുട്ടികളെ വിളിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ 2 ആളുകളും വ്യത്യസ്തമായ 2 കളറുകളെ കുറിച്ച് ചിന്തിക്കുക. കേൾക്കുന്ന ഓരോ ശ്രോതാവിൻ്റെ ഉള്ളിലും കുട്ടിയുണ്ടെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംസാരം. അപ്പോൾ ആ 2 ആളുകളും ഓരോന്ന് വിചാരിച്ചു. ഞാൻ 2 പേരുടെയും കൈ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ ഉദ്ദേശിച്ചത് റെഡ് കളറും നീ ഉദ്ദേശിച്ചത് ബ്ലൂ കളറുമാണ്. ഇത് എങ്ങനെ നമ്മുടെ ഉള്ളിലെ ഒരു കുട്ടിക്ക് തോന്നുന്നത് പോലെ നമ്മുടെ മനസ്സിൽ, നിങ്ങളുടെ മനസ്സിൽ എങ്ങനെ കൃത്യമായി വന്നു? മറ്റൊരു കുട്ടി ഓടി വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, എന്നെയും എന്തെങ്കിലും ഒരു ഐറ്റംസ്. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് ഞാൻ സ്നാപ്പ് ചെയ്യും. അപ്പോൾ നീ ഒരു കളറിനെ കുറിച്ച്, ഒരു പൂവിനെക്കുറിച്ച്, ഒരു പുഷ്പത്തെക്കുറിച്ച് വിചാരിക്കണം. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ പറഞ്ഞ കുട്ടിയോട് റോസ് എന്ന പുഷ്പത്തെക്കുറിച്ചാണ് കുട്ടി ചിന്തിച്ചത്. അതേപോലെ പലപ്പോഴും നമുക്ക് ഒരു ഐസ്ക്രീം തിന്നാൻ നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. കുട്ടികളെപ്പോലെ നമ്മൾ ഐസ്ക്രീം തിന്നാറുണ്ട്, ജ്യൂസ് കുടിക്കാറുണ്ട്. എന്തെങ്കിലും പോയിട്ട് കുട്ടികളെപ്പോലെ ആകാംക്ഷയോടെ ആ പുളിമുട്ടായും ഇഞ്ചി മുട്ടായൊക്കെ വാങ്ങി കഴിക്കുന്ന ആളുകളാണ് നമ്മൾ. അതേപോലെ ഈ കുട്ടികളിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്, വലിയ പാഠങ്ങൾ. കുട്ടികൾ ഒരു കാര്യത്തിന് ചോദിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മാതാവിനോടും പിതാവിനോടും നിരന്തരമായി ചോദിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ ഒരല്പം വലിയ കുട്ടികൾ പോലും നിരന്തരമായി മെസ്സേജൊക്കെ അവർക്കൊരു ആവശ്യമുണ്ടെങ്കിൽ. അതേപോലെ അവർക്ക് പരസ്പരം ദേഷ്യമില്ല. ഇപ്പോൾ ഇന്നലെ ചൊടിച്ച് പിറ്റേന്ന് നല്ല വാനും മുണ്ടുന്നവർ. നമ്മൾ വലുതാകുമ്പോൾ എത്ര ഒരാളോട് എന്തെങ്കിലും ഒരു ചെറിയ നിസ്സാര കാര്യത്തിന് ചോദിച്ചാൽ പിന്നെ വർഷങ്ങളോളം മുണ്ടില്ല എന്ന് മാത്രമല്ല, മരിച്ചാൽ പോലും എൻ്റെ മയ്യത്ത് കാണണ്ടെന്ന് പറയുന്ന ആളുകൾ വരെയുണ്ട്. അങ്ങനെയല്ല, നമ്മൾ കുട്ടികളെപ്പോലെ ആവുക ആ വിഷയത്തിൽ. പിറ്റേന്ന് തന്നെ മുണ്ടാ, അല്ലെങ്കിൽ ഒരു സലാം പറയുക, ഒരു മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിയെന്ന് പറയാം. അതേപോലെ മറ്റൊരു വിഷയമാണ്, കുട്ടികൾ എന്തെങ്കിലും ഒരു ആഗ്രഹം അവരുടെ മനസ്സിൽ വന്നാൽ അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവർക്ക് എന്തെങ്കിലും ഒരു കൂടുണ്ടാക്കണം, ഒരു കിളിക്കൂടോ എന്തെങ്കിലും ഒരു കൂടുണ്ടാക്കണം, എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിരന്തരമായി പരിശ്രമിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മളാണെങ്കിൽ അത് ഇട്ടേച്ച് പോകും, ഉറപ്പാണ്. അത്രയും അവർ പരിശ്രമിക്കാറുണ്ട് പലപ്പോഴും. അതേപോലെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ചാൽ അതൊരു പരിശ്രമിച്ച വിജയം കണ്ടെത്തുന്നവരെ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ആ ഒരു കുട്ടികളിൽ നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. അതുപോലെ ഒരു കളിക്കളത്തിൽ, ഒരു മൈതാനത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ നിരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ, കളിക്കളത്തിലെ കുട്ടികൾ ഓരോ ആളുകളും അവരുടെ ഊഴത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യുക എന്ന പ്രക്രിയ വളരെ നേരം, ഒരുപാട് നേരം ഒരു ഓവർ കിട്ടാൻ വേണ്ടി, ഒരു പന്തൊന്ന് കാലിൽ കിട്ടാൻ വേണ്ടി, ഒരു ഓവർ ചെയ്യാൻ വേണ്ടി, ഒന്ന് ബാറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് നേരം കാത്തിരിക്കുന്ന രംഗം നമ്മൾ കാണാൻ പറ്റും. ക്ഷമയോടെ അവർ കാത്തിരിക്കണം അവരൊരു ഊഴത്തിന് വേണ്ടി. അതേ മറിച്ച് നമ്മളൊരിപ്പം വലുതായിട്ട് ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ പലപ്പോഴും ഞാൻ ഫ്ലൈറ്റിലൊക്കെ കാണാറുള്ള ഒരു കാഴ്ച ധൃതി പിടിക്കുന്ന രംഗമായിട്ടാണ്. അത് ഫ്ലൈറ്റ് നിർത്താൻ സമയമില്ല, അവന് കീണപ്പക്ക് ധൃതി പിടിക്കുന്നതായി കാണാറുണ്ട്. ഒരു ഡോക്ടറെ അടുത്ത് പോയി അവൻ്റെ ടോക്കൺ നമ്പർ വരാൻ വേണ്ടി എത്രയോ സമയമുണ്ട്, പക്ഷേ ധൃതി പിടിക്കും. എൻ്റെതായ ഞാൻ ഒന്ന് എണീക്കും, ഞാൻ പോയിക്കോട്ടെ. ഒരു ധൃതി, സാവധാനം, എല്ലാത്തിനും നമ്മളൊരു സാവധാനം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക. കുട്ടികളെ പോലെ ആവുക ആ വിഷയത്തിൽ.